NH-66 വിശദീകരണവുമായി മന്ത്രി PM മുഹമ്മദ് റിയാസ്. നിലവിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. വിദഗ്ധ സംഘം കാര്യങ്ങൾ പരിശോധിക്കുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മറുപടി പറയും. ദേശീയപാതയ്ക്കായി സംസ്ഥാന സർക്കാർ പണം ചെലവിട്ട രാജ്യത്തെ ഏക പദ്ധതിയാണിത്. 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയതെന്ന് PM മുഹമ്മദ് റിയാസ് പറയുന്നു. പറഞ്ഞേ പറ്റൂ എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ പ്രതികരണം. റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരുക തന്നെ ചെയ്യും. NH-66 അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ തീരുമാനം ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറാണെന്നുള്ള തീരുമാനമാണ്. സ്ഥലം ഏറ്റെടുക്കലിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനയോട് അനുകൂല നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. റീൽ മന്ത്രി എന്ന പരിഹാസത്തിനും മന്ത്രി മറുപടി കൊടുത്തു. ദേശീയപാതയിലെ വിവിധയിടങ്ങളിലുണ്ടായ വിള്ളലുകളിൽ UDF-ഉം BJP-യും രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരും. അശ്വിൻ, ഇങ്ങനൊരു ഫേസ്ബുക്ക് വീഡിയോയുമായി വരാൻ, യൂട്യൂബ് വീഡിയോ ആണോ ഫേസ്ബുക്ക് വീഡിയോ ആണോ എന്നെനിക്കറിയില്ല, ഈ വീഡിയോയുമായി വരാൻ ഈ മന്ത്രിക്കെതിരെയുള്ള പരിഹാസങ്ങൾ കേട്ടതിനോട് ശേഷമുള്ള തീരുമാനമാണോ? SKN ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ പലകുറി മന്ത്രിയുടെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും നേരിട്ടുള്ളൊരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഇന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടും നിർത്തിയില്ല. ഇന്നിപ്പോൾ 17 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ദേശീയപാത 66മായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ മന്ത്രി ജനങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ തുടക്കം മുതലുള്ള പ്രതിസന്ധി കാലത്തെയും UDF കാലത്ത് ഈ പദ്ധതി നിന്നുപോയതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നീട് 2016 LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഈ പദ്ധതി നടപ്പാക്കാനായി നിശ്ചയദാർഢ്യത്തോടെ നിലപാടെടുത്ത് മുന്നോട്ട് പോയെന്നും മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയാണ് ഇന്നീ നിലയിലേക്ക് ഈ പദ്ധതി എത്തിച്ചത് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം നിലവിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് നടന്ന സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ് എന്നുകൂടി വീഡിയോയിൽ പറയുന്നു. ഒപ്പം പക്ഷേ ഈ സംഭവങ്ങളെല്ലാം രാഷ്ട്രീയ ലാഭം കൊയ്യാനായി UDF-ഉം BJP-യും അത് അങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ വിമർശനം. നല്ലതിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അതിനെ വിമർശിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ പൊതുമരാമത്ത് മന്ത്രി കൂടി ഈ വിഷയത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെ നിലയിലുള്ള വിശദീകരണം നിലവിലിട്ടിരിക്കുന്നത്. SKN